ആശുപത്രിയിൽ പഠനത്തിനായി വിട്ടുകൊടുക്കുന്ന മൃതദേഹങ്ങൾ പോലും ഉപയോഗം കഴിഞ്ഞ് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തെരുവ് നായകൾ കടിച്ചു വലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കൊള്ളാവുന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ വകുപ്പ് തല അന്വേഷണം, ഒടുവിൽ കൂട്ടത്തിൽ ഒരു വലിയ പൊട്ടനെ കുറ്റക്കാരനാക്കി കുറച്ചുനാൾ മാറ്റി നിർത്തും. മനുഷ്യജീവന് വില കൽപ്പിക്കാത്തവന്മാരെ പടിയടച്ച് പിണ്ടം വെക്കുകയാണ് വേണ്ടത്. വമ്പൻ മരുന്ന് കമ്പനികളുടെ ചക്കാത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഡോക്ടർമാർ ഫാർമസിയിലുള്ള മരുന്ന് കുറിക്കുമോ? ഇല്ല, ചക്കാത്തിന് കിട്ടില്ലല്ലോ. പകരം വൻകിട മരുന്ന് കമ്പനികളുടെ പ്രതിനിധികൾ പറയുന്നതിനനുസരിച്ചാണ് ഇവർ മരുന്ന് കുറിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന ഒരു ബൈറ്റിനിൽ മാത്രം ഒതുങ്ങുകയാണ് ഇത്തരം അനാസ്ഥയ്ക്കുള്ള ശിക്ഷാവിധികൾ. മരണപ്പെട്ട സ്വന്തക്കാരെ ചുമന്നുകൊണ്ട് ആശുപത്രി വരാന്തയിൽ പാതിരാത്രി പോലും സമരം നടത്തേണ്ടി വരുന്ന ഗതികേട് വല്ലാത്ത കഷ്ടം തന്നെയാണ് അവസ്ഥ. ആരോഗ്യരംഗം കുതിച്ചുചാട്ടത്തിലാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കേരളത്തിലെ പൊതു ആരോഗ്യരംഗത്തിന്റെ യഥാർത്ഥ മുഖമാണ്. നമസ്കാരം. നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒപ്പം നിന്ന ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. മികച്ച ചികിത്സ ലഭ്യമാക്കിക്കൊണ്ട് അന്തർദേശീയ തലത്തിൽ പോലും കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ യശസ് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അന്നൊക്കെ അഭിമാനത്തോടെ കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴോ ഇത്രയും വൃത്തികെട്ട ഒരു വകുപ്പ് ഇപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും. ആരുടെ കുഴപ്പമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് പിന്നിൽ? ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ പേരുദോഷം ഏറ്റുവാങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ആശുപത്രിയിൽ പഠനത്തിനായി വിട്ടുകൊടുക്കുന്ന മൃതദേഹങ്ങൾ പോലും ഉപയോഗം കഴിഞ്ഞ് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ തെരുവ് നായ്ക്കൾ കടിച്ചു വലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒത്തുതീർപ്പിലെത്താൻ മനസ്സനുവദിക്കാത്ത തരം കുറ്റകരമായ അനാസ്ഥയാണ് അതിന് പിന്നിൽ. മാനുഷിക വികാരങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാത്ത ആശുപത്രി അധികൃതർ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണം. കേരളത്തിലെ ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളുടെയും സ്ഥിതി മറിച്ചല്ല. പല ആശുപത്രികളും ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ പോലുമില്ലാതെ, മരുന്നുകൾ പോലുമില്ലാതെ, അതുമല്ലെങ്കിൽ വാങ്ങിയിട്ട കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ നശിപ്പിച്ച് കളയുന്നതിനുള്ള കെട്ടിടങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ്. അതിലേറ്റവും കുഴപ്പമുള്ള, അല്ലെങ്കിൽ രോഗികൾക്ക് ഭയമുള്ള ഒരു ആതുരാലയമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധപ്പതിച്ചിരിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങളും ICUയിലെ പീഡനങ്ങളും ശസ്ത്രക്രിയയിലെ പിഴവും എന്ന് വേണ്ട എല്ലാം കൊണ്ടും നല്ല പേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനുള്ളത്. ഇവിടെ 2018 ഒരു ശസ്ത്രക്രിയ നടന്നു, ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ. ഹൃദയ സംബന്ധമായ രോഗത്തിനാണ് ഏറ്റവും അധികം രോഗികൾ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നത്. അതായത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ശസ്ത്രക്രിയ, ചിലപ്പോൾ മണിക്കൂറുകളോളം നീളും. അതിലാണ് പിഴവുണ്ടായത്. കോഴിക്കോട് അത്തോളി സ്വദേശിയായ അശോകൻ എന്ന 60-കാരനാണ് നെഞ്ചുവേദനയെ തുടർന്ന് കഷ്ടകാലത്തിന് മെഡിക്കൽ കോളേജിലെത്തിയത്. അയാളുടെ സാമ്പത്തിക സ്ഥിതിയും ഒരുപക്ഷെ മോശമായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി അദ്ദേഹം പോയേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ശസ്ത്രക്രിയ കഴിഞ്ഞു. മാസങ്ങൾ പിന്നിട്ടിട്ടും വർഷങ്ങൾ പിന്നിട്ടിട്ടും മുറിവിൽ നിന്ന് നീരൊലിച്ചുകൊണ്ടേയിരുന്നു, ഉണങ്ങിയിട്ടില്ല. കഠിനമായ അസ്വസ്ഥതയും വേദനയെയും തുടർന്ന് വീണ്ടും പല ആശുപത്രിയിൽ കയറി ഇറങ്ങിയെങ്കിലും മുറിവ് ഉണങ്ങിയതേയില്ല. ഏതൊരു ബാഹ്യവസ്തു നമ്മുടെ ശരീരത്തിലെത്തിയാലും അതിനെ പുറന്തള്ളാനുള്ള ശ്രമം മനുഷ്യ ശരീരം പ്രകടിപ്പിക്കാറുണ്ട്. സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ബാഹ്യവസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന്. നീണ്ട 5 വർഷം സത്യത്തിൽ അദ്ദേഹം അനുഭവിച്ചത് ഈ പ്രശ്നം തന്നെയായിരുന്നു. ഇത്ര തിടുക്കപ്പെട്ട് നടത്തേണ്ടതാണോ ബൈപ്പാസ്? അല്ല. അതിനുശേഷമാണ് ICUയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഒരു യുവതിയെ പീഡിപ്പിച്ചത്. എന്താടോ നിങ്ങളൊന്നും നന്നാവാത്ത എന്ന് ചോദിക്കേണ്ടി വരും. അതിന് സാക്ഷിയായി അതിജീവിതയ്ക്കൊപ്പം നിന്ന അനിത എന്ന സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. മറ്റൊന്നാണ് ശസ്ത്രക്രിയയായി എത്തിയ യുവതിയുടെ വയറ്റിനുള്ളിൽ കത്രിക മറന്നു വെച്ചത്. ഇടോ പൊട്ടന്മാരെ, നിങ്ങൾക്കൊന്നും മര്യാദയ്ക്കൊരു പണി ചെയ്യാൻ വയ്യെങ്കിൽ കളഞ്ഞിട്ട് പോടേ എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ വകുപ്പ് തല അന്വേഷണം, ഒടുവിൽ കൂട്ടത്തിലൊരു വലിയ പൊട്ടനെ കുറ്റക്കാരനാക്കി കുറച്ചുനാൾ മാറ്റി നിർത്തും. മനുഷ്യജീവന് വില കൽപ്പിക്കാത്തവന്മാരെ പടിയടച്ച് പിണ്ടം വയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യണമെങ്കിൽ വകുപ്പ് ഭരിക്കുന്നവർക്ക് നട്ടല് എന്ന ഒരു സാധനം വേണം. അല്ലെങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. ഒരെണ്ണം കഴിഞ്ഞ് പേരുദോഷം മാറുന്നതിന് മുൻപ് തന്നെ അടുത്തതും കൂടിയായി. 4 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവൻ വെച്ചാണ് ഇവന്മാരുടെ അടുത്ത കളി.
കയ്യിലെ 6-ാം വിരൽ നീക്കം ചെയ്യാനെത്തിയ കുഞ്ഞിൻ്റെ നാവിൽ കത്തിവെച്ചു. ഇവരെയൊക്കെ വിശേഷിപ്പിക്കാൻ മലയാളത്തിൽ വൃത്തികെട്ട പദങ്ങൾ കുറവാണ്, അതുകൊണ്ട് പറയുന്നില്ല. എന്നിട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു മുടന്തൻ ന്യായവും കുഞ്ഞിൻ്റെ നാക്കിലെ കെട്ടഴിക്കാൻ വേണ്ടിയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന്. ഇവന്മാർ ആരോട് ചോദിച്ചിട്ടാണ് കുഞ്ഞിനെ ഇങ്ങനെ ഒരു സർജറിക്ക് വിധേയരാക്കിയത്? കുഞ്ഞിൻ്റെ നാവിലെ കെട്ടഴിച്ചില്ലെങ്കിൽ ഭാവിയിൽ സംസാര വൈകല്യം വരുമത്രേ. അതറിയാതെയാണ് സർജറി നടത്തിയ പൊട്ടനെതിരെ നടപടിയെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് KGM-CTA രംഗത്തെത്തി. നാണമില്ലേ ഇത്തരക്കാരെ ഏത് സംഘടന എന്ന് പറഞ്ഞാലും ന്യായീകരിക്കാൻ? സർജറി നടത്തിയ ഡോക്ടർ വേറെ വിചിത്രമായൊരു വിശദീകരണം നൽകി. അത് കേൾക്കുമ്പോഴാണ് സത്യത്തിൽ ഇവരെയൊക്കെ നടു റോഡിൽ ഇറക്കി നിർത്തി ആൾക്കൂട്ട വിചാരണ നടത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാകുന്നത്. കുട്ടി മാറിപ്പോയത്രേ. ഇതാണോ ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്വം? വീട്ടിൽ കൈനിറയെ കാശുമായി നിരന്നിരിക്കുന്ന രോഗികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധർമാശുപത്രിയിൽ ചികിത്സിക്കാൻ വരുന്ന സാധാരണക്കാരുടെ ജീവന് എന്ത് വില അല്ലേ? ഇതാണ് എല്ലാ സർക്കാർ ഡോക്ടർമാരുടെയും ചിന്ത. വീട്ടിലെത്തി കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നവർക്കും ശുപാർശ കത്തുമായി വരുന്നവർക്കും വേണ്ടിയാണ് ചികിത്സിക്കാൻ ഇരിക്കുന്നതെങ്കിൽ ഇത് കളഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കൂ ഹേ. അതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫാർമസിയിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നും വാർത്തകൾ വന്നിരുന്നു. ആവശ്യത്തിന് മരുന്നുകളില്ല പോലും. വമ്പൻ മരുന്ന് കമ്പനികളുടെ ചക്കാത്ത് വാങ്ങി നക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഡോക്ടർമാർ ഫാർമസിയിലുള്ള മരുന്ന് കുറിക്കുമോ? ഇല്ലേ ഇല്ല. ചക്കാത്തിന് കിട്ടില്ലല്ലോ. പകരം വൻകിട മരുന്ന് കമ്പനികളുടെ പ്രതിനിധികൾ പറയുന്നതിനനുസരിച്ചാണ് മരുന്ന് കുറിക്കുന്നത്. എന്നാൽ വകുപ്പ് മന്ത്രി എല്ലാം കഴിയുമ്പോൾ ഒരു അന്വേഷണത്തിന് ഉത്തരവിടും. ഇനി ഇത്തരം ഡോക്ടർമാരുടെ കുഴപ്പം കൊണ്ടാണ് ഒരു രോഗിക്ക് ദുർവിധി ഉണ്ടാകുന്നതെങ്കിൽ പോലും അത്തരക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി സംഘടനകളും രംഗത്തിറങ്ങും. ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും രോഗികളെ ആശുപത്രിയിൽ കിടക്കുകളിലും വരാന്തകളിലും ഉപേക്ഷിച്ചുകൊണ്ട് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് സമരത്തിനിറങ്ങും. കിടക്കുന്ന രോഗികൾക്ക് എന്ത് സംഭവിച്ചാലും തങ്ങൾക്കൊന്നുമില്ല എന്ന ഭാവമാണ് അവർക്ക്. എന്നാൽ ചോദിക്കുന്ന മറ്റൊരു കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണോ ഇതൊക്കെ നടക്കുന്നത് എന്നാണ്. അല്ല, ആലപ്പുഴയിൽ പ്രസവത്തെ തുടർന്ന് അമ്പലപ്പുഴ സ്വദേശിയായ ഒരു യുവതി മരിച്ചത് ആരുടെ പിടിപ്പുകേട് കൊണ്ടാണ്? പനി ബാധിച്ച് ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തി 70-കാരി 25 ദിവസത്തിന് ശേഷം മരിച്ചു. ആരുടെ കുഴപ്പമാണ്? മരണകാരണം ന്യൂമോണിയ എന്ന് കണ്ടെത്തി. ഉമൈബ എന്ന സ്ത്രീയാണ് ഇത്രയും ദാരുണമായി മരണപ്പെട്ടത്. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സൂപ്രണ്ടിനെതിരെ നടപടി. മരണപ്പെട്ട സ്വന്തക്കാരെ ചുമന്നുകൊണ്ട് ആശുപത്രി വരാന്തയിൽ പാതിരാത്രി പോലും സമരം നടത്തേണ്ടി വരുന്ന ഗതികേട്. വല്ലാത്ത കഷ്ടം തന്നെയാണ് അവസ്ഥ. ആരോഗ്യരംഗം കുതിച്ചുചാട്ടത്തിലാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്തിന്റെ യഥാർത്ഥ മുഖമാണ് കുളിമുറിയിൽ കുളിക്കാൻ കയറിയ 10 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നതും ഇവിടെ തന്നെ. CT സ്കാനിങ് മെഷീൻ തകരാറിലാക്കുക അല്ലെങ്കിൽ ആകുക, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നൊരു ബൈറ്റിൽ മാത്രം ഒതുങ്ങുകയാണ് ഇത്തരം അനാസ്ഥയ്ക്കുള്ള ശിക്ഷാവിധികൾ. അല്ലെങ്കിൽ പരിഹാരം എവിടെയാണ്? പരിഹാരം കുത്തഴിഞ്ഞു കിടക്കുന്ന ഇത്തരം ആതുരാലയങ്ങൾ വെടിഞ്ഞ് മികച്ച ചികിത്സകൾക്കായി പോകാൻ നമ്മുടെ സാധാരണക്കാർക്ക് കഴിയില്ലെന്നേ. അവരുടെ കയ്യിൽ സ്വകാര്യ ആശുപത്രിയിൽ ഇടുന്ന കഴുത്തറപ്പൻ ബില്ലുകൾ അടയ്ക്കാൻ കഴിയാനത്ര കാശില്ല. അതുകൊണ്ടാണ് ഇത്തരം ധർമാശുപത്രികൾ തേടി സാധാരണക്കാർ എത്തുന്നത്. അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ലെന്നേ. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണ്, അല്ലെങ്കിൽ സർക്കാരാണ്. ആരോഗ്യത്തിൽ നമ്പർ 1 ആയത് ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ കണ്ടിട്ടല്ല എന്ന് പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും. വയനാട്ടിലെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന് ശേഷിയില്ലാതായി പോയില്ലേ? ഇനിയെങ്കിലും ഇത്തരം അഹമ്മദികൾക്ക് അറുതി വരുത്തിയേ മതിയാകും. രോഗികൾക്ക് ആശ്വാസം നൽകാൻ കഴിയാത്തവരെ നേരത്തെ പറഞ്ഞതുപോലെ പടിയടച്ച് പിണ്ടം വയ്ക്കണം. നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തവരാണ് ഇത്തരത്തിൽ കുറ്റകരമായ അനാസ്ഥ കൊണ്ട് ജീവൻ വെടിഞ്ഞു പോകുന്നത്. ഇനിയും വരാനുള്ള പ്രതിഷേധങ്ങളെ ചെറുക്കാനുള്ള കരുത്തൊന്നും ഈ പറയുന്ന വകുപ്പിനില്ലെന്നോർത്താൽ നന്ന്.